ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. മറ്റാരെ കുറിച്ചുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലെ മജീഷ്യനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചും കൂടാതെ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഫെഡോർ സെർണിച്ച് എന്ന താരത്തെ കുറിച്ചുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ഫെഡോർ സെർണിച്ച് എന്ന താരം. ആദ്യം തന്നെ ഇരു താരങ്ങളുടെ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ ലൂണ കളിക്കുന്ന എല്ലാ പൊസിഷനിലും ഈ ഒരു താരവും കളിക്കും എന്നതാണ് അതിശയം. ഇനി കറന്റ് എബിലിറ്റിയിലേക്ക് കടക്കുകയാണെങ്കിൽ 117% ലൂണയുടെ ഭാഗത്തും 107% ഫെഡോറയുടെ ഭാഗത്തുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ എബിലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 123% അഡ്രിയാൻ ലൂണയുടെ ഭാഗത്തും 117% ഫെഡോറിന്റെ ഭാഗത്തുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇരു താരങ്ങളുടെയും അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയുടെ ഭാഗത്ത് 13%, ഫെഡോറിന്റെ ഭാഗത്ത് 10%മാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഡിഫെൻഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂണയുടെ ഭാഗത്ത് 7%, ഫെഡോറിന്റെ ഭാഗത്ത് 9% നമുക്ക് കാണാൻ സാധിക്കും. ഇനി ടെക്നിക്കലിലേക്ക് വരികയാണെങ്കിൽ ലൂണയുടെ ഭാഗത്ത് 14%, ഫെഡോറിന്റെ ഭാഗത്ത് 11%മാണ് കാണുന്നത്. ഇനി മെന്റലിലേക്ക് കടക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയുടെ ഭാഗത്ത് 10%, ഫെഡോറിന്റെ ഭാഗത്ത് 11% നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫിസിക്കലിലേക്ക് നോക്കുകയാണെങ്കിൽ ലൂണയുടെ ഭാഗത്ത് 10%, ഫെഡോറിന്റെ ഭാഗത്ത് 12%മാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനമായി സ്പീഡിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയുടെ ഭാഗത്ത് 14%, ഫെഡോറിന്റെ ഭാഗത്ത് 12%മാണുള്ളത്. ഇനി ഇരു താരങ്ങളുടെയും പ്രായം നോക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണക്ക് 31 വയസ്സും ഫെഡോറിന് 32 വയസ്സുമാണുള്ളത്. കൂടാതെ ലിത്വാനിയ എന്ന ടീമിന് വേണ്ടിയിട്ട് നാഷണൽ ടീമിൽ കളിച്ച ഫെഡോർ എന്ന ഈ ഒരു താരം 53 മത്സരങ്ങളിൽ നിന്നും 9 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ യൂത്ത് ടീമിന് വേണ്ടിയിട്ട് 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഗോളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല താരത്തിന്. ഇനി ഇരു താരങ്ങളുടെയും ഫിസിക്കൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആക്സിലറേഷനിലും എജിലിറ്റിയിലും മാത്രമാണ് ലൂണയെ നമുക്ക് മുൻപന്തിയിൽ കാണാൻ സാധിക്കുന്നത്. മറിച്ച് ബാലൻസിങ്ങിലും ജമ്പിംഗ് റീച്ചിങ്ങിലും നാച്ചുറൽ ഫിറ്റ്നസിലും സ്റ്റാമിനയിലും സ്ട്രെങ്ത്തിലുമെല്ലാം ഫെഡോറിനെ തന്നെയാണ് നമുക്ക് മുൻപന്തിയിൽ കാണാൻ സാധിക്കുക. ഏതായാലും അവസാനം ഈ ഒരു കമ്പാരിസൺ ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഈസ് ബെറ്റർ ദാൻ ഫെഡോർ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തെക്കാൾ മികച്ചത് അഡ്രിയാൻ ലൂണ തന്നെയാണ് എന്നർത്ഥം. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഈ ഒരു കമ്പാരിസൺ 2021 ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇരു താരങ്ങൾക്കും കുറച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയാണോ മികച്ചത്, അല്ലെങ്കിൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഫെഡോർ ആണോ മികച്ചത് എന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന 93% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.